അതേ കിടക്കണ. ചേട്ടാ ഇതെങ്ങനെ മദ്രാസിലോട്ട് പോയി? ആ തമിഴത്തിയുടെ കൈ കിട്ടിയ പിന്നെ ഊരിയെടുക്കാൻ പാടാ. ഹലോ ഹലോ, ഏ പയ്യൻ ഇങ്ങോന്ന് എന്നെ. ഗ്ലാഡ് മീറ്റ് യു. എന്താ പേര്? കൊച്ചുവാസ്. മുഖത്തെന്താ ഭാഗ്യരേഖ പോലൊരു പാട്? നാക്ക് പിടിക്കാൻ നേരത്ത് ഇറുക്കില് കൊണ്ടതാണേ. അപ്പൊ തൊലിക്കെട്ടി തീരെ കുറവാണല്ലേ? ആ സാറ്, ഞാൻ കണ്ണപ്പൻ, ടെസ്റ്റർ കണ്ണപ്പൻ. ടെസ്റ്ററാ? ആ, എന്ത് സാധനവും ടെസ്റ്റ് ചെയ്യും. ഓഹോ, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങ് തന്നാ മതി. 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് പറയും. ഞാൻ കുറെ നാളായി ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പഞ്ചസാര ഉണ്ടോന്നൊരു. ഓ, അതിൽ കുറഞ്ഞാൽ സാരമില്ല, വേഗം എടുത്തുണ്ടാ, ചൂടാറാതെ. പറ്റിയൊരു ചെറിയ പാത്രം വേണമല്ലോ. ചെറിയ പാത്രം പിന്നെ വലിയ പാത്രം തന്നെ ആയിക്കോട്ടെ. വേണ്ടല്ലോ ചൂടാറാതെ വേഗം കൊണ്ടുവരൂ. അപ്പൊ ഒരു മിനിറ്റ് നിൽക്കണേ, ഞാൻ പോരാ. ഊണിന് മുമ്പ് ഒരു കാപ്പി കൂടി ആകാം. 5 മിനിറ്റ് മുമ്പ് ഒഴിച്ചു കളഞ്ഞുകൊണ്ട് ഇത് കുറച്ചേ ഉള്ളൂ. നിങ്ങളെന്താ ടാറ്റയുടെയും പിള്ളേരുടെ മക്കളാ ചുമ്മാങ്ങ ഒഴിച്ചു കളയാനായിട്ട്? പ്രതീക്ഷിച്ചില്ലല്ലോ. തൽക്കാലം ഇതൊന്നും ടെസ്റ്റ് ചെയ്യും. അപ്പോഴേയും വല്ലപ്പം വരും. വല്ലപ്പം മാർക്കറ്റിൽ പോയിരിക്കണം. അവനാണെങ്കിൽ ലേശം വയറേടിയുടെ അസുഖമുണ്ട്. അപ്പൊ അതുമായി അതാവുമ്പോ കുറച്ച് കൂടുതൽ കാണും. അപ്പൊ ഇന്ന് കോളാണ്. എന്താണോ ഇത്? മൂത്രം. വല്ലപ്പെട്ടത് മറ്റതാണ്. വേണ്ട, എന്നോടിത് വേണ്ട. ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്നോട് കളിച്ചാലേ നീ ഒന്നും അധികകാലം മൂത്രം ഒഴിക്കൂല. ഇനിയിപ്പോ ആ ചെമ്പെടുക്കണമെങ്കിൽ പണ്ടാണെങ്കിൽ തമിഴ്നാട് വരെ പോണം. കാശ് എത്ര ചിലവാ? ആദ്യം ചെട്ടിയെടുക്കും. പോയി 50 രൂപ പോയി. സാരമില്ല, 5 കൊല്ലം ഉപയോഗിച്ചല്ലേ, അത് മതി. ഉപ്പേ പോടല ആണോ? ഉപ്പ് കച്ചിര്. ആഹാ, വാസുവേട്ടൻ വടിയും കുത്തി എങ്ങോട്ടാ? സബർമതിയിലേക്കാ? അല്ല, ഉപ്പ് സത്യാഗ്രഹത്തിന് നീ വരുന്ന? ആ ചോറ് തിളച്ച് വന്നിട്ടൊന്ന് വാർത്തയിടാൻ തോന്നിയ മനുഷ്യൻ ഇനി അതൊരു വാർത്തയാക്കി. നീ എന്താടാ വെറും കൈയോടെ? വെറും കൈയല്ലല്ലോ, കാലിസഞ്ചി ഉണ്ടല്ലോ. നീയൊന്നും മേടിച്ചില്ലേ? കേരളത്തിൽ ഇന്ന് ഹർത്താലാ. എന്തിന്? ഇന്ത്യ ക്രിക്കറ്റിൽ ജയിച്ചു. അപ്പൊ സാറില്ല. എടാ, റോഡിനപ്പുറം തമിഴ്നാട്ടിൽ നിനക്ക് അവിടുന്ന് മേടിക്കാൻ പാടില്ലായിരുന്നു. പറ്റി വാങ്ങും. അതല്ലേ നിന്നെ തന്നെ വിട്ടത്. എടാ, തമിഴന്മാര് നമ്മുടെ ശത്രുക്കളാണ്. തമിഴ്നാട്ടിൽ നിന്ന് വെണ്ടക്ക വാങ്ങിച്ച് കറി വെച്ച് കേരളത്തിൽ ആരും ഉണ്ണണ്ട. എന്നാ പിടി കാശി. ഇത് 10 ഉള്ളൂ. ബാക്കി കാശിന് ഞാനൊരു വടയും ചായം കഴിച്ചു. ഹർത്താലിന് എവിടെയാണ് ചായക്കട? തമിഴ്നാട്ടിൽ. ഓഹോ, അപ്പൊ നീയല്ലേ പറഞ്ഞ് തമിഴ്നാട്ടിൽ ഒന്നും മേടിച്ച് ഇവിടെ കറി വെക്കണ്ടെന്ന്? അത് കറി വെക്കണ്ടെന്നല്ലേ പറഞ്ഞു? ആണല്ലേ? എനിക്ക് ഇന്ന് 2 പേരും പച്ചച്ചോറ് അങ്ങനെ കയറ്റിയാ മതിയേ. എടാ, എനിക്ക് പച്ചച്ചോറ്. എനിക്ക് പറ്റില്ല. ജയിലിൽ കിടന്നപ്പോൾ ഞാൻ. എന്താ, ജലദോഷം ഉണ്ടായ? ഇന്ന് നമ്മൾ സാമ്പാർ കൂട്ടി ഉണ്ണും. എക്വിപ്മെന്റ്സ് എല്ലാം റെഡി. ടെസ്റ്റിങ്ങിനുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായി പോരട്ടെ. കറികളൊന്നുമില്ലേ? നെറ്റിയിൽ എന്താ, ചട്നിയാ? അല്ല, പുണ്ണാക്ക്. അത് തലക്കകത്തല്ലേ? ഈശ്വര, കഷ്ണങ്ങൾ വാരിയിടുന്നതിന് മുമ്പ് ആ തള്ളക്ക് വരല്ലേ. പോരട്ടെ, തെറ്റിപ്പോവല്ലേ. അടി തെറ്റിയ സാമ്പാറും വീഴുന്ന. കഷ്ണം കൊള്ളാം. ഞാനെന്തോ മറന്നല്ലോ. കൈ കഴുകിയില്ല. ഈ കട്ട് തിന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണല്ലേ. കോളിഫ്ലവർ മാതിരിയുള്ള എന്തോ പച്ചക്കറിയാണെന്നാ തോന്നണത്. ഇച്ചിരി കൂടുതലാ. ശരിയാ. ഒരു കഷ്ണം കണ്ടാ? എത്ര കഷ്ണോ? ഒരു കഷ്ണം തരോളൂ, ഇനി ചോദിക്കരുത്. ഒരു പക്ഷെ ഇത് പിഴിഞ്ഞു തിന്നേണ്ടതായിരിക്കോ? വലിയ പണക്കാരല്ലേ, ഊട്ടിന്ന് കൊടക്കനാലിന് കൊണ്ടുവന്ന. ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്നാ തോന്നണേ. ഒരു പക്ഷെ ഈ പച്ചക്കറി റബ്ബർ തോട്ടത്തിൽ നിന്നുണ്ടായിരിക്കും. നിങ്ങൾ കൂടെ നോക്കട്ടെ. ശരിക്കും ക്ലീൻ ചെയ്തിട്ടില്ലേ? എന്റെ ഇലയൊക്കെ കിള്ളിക്കളഞ്ഞെന്നാ തോന്നണ. ഹായ്,
കാണാതായ ചട്ടി തിരിച്ചു കിട്ടിയതാ. ഇത്രയും നല്ല സാമ്പാർ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക, നിങ്ങൾ ഈ തമിഴ്നാട്ടുകാർ സാമ്പാറിൽ ഉണക്കച്ചമീൻ ചേർക്കാറുണ്ട്? എന്താ ടേസ്റ്റ്, എന്താ ഒരു സ്മെല്ല്. ഓ അയ്യേ